മലയാളികൾക്ക് നടി സുമലത അന്നും ഇന്നും തൂവാനത്തുമ്പികളിലെ ക്ലാരയാണ്. അതിശയിപ്പിക്കുന്ന സൗന്ദര്യവും ഭംഗിയും കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച സുമലത അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുകയാണ് ഇപ്പോൾ. ഭർത്താവും നിർമ്മാതാവുമായ അംബരീഷും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സുമലത സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ആ തിരക്കിനിടയിലും തന്റെ സ്വകാര്യ ജീവിത വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് സുമലത. ഇപ്പോഴിതാ സുമലതയുടെ മകനാണ് താരകുടുംബത്തെ ആഹ്ലാദത്തിമിർപ്പിലാക്കിയിരിക്കുന്ന ആ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. താനൊരു അച്ഛനായെന്ന വാർത്തയാണ് അഭിഷേക് പുറത്തുവിട്ടത്. അച്ഛൻ അംബരീഷിന്റെ ചിത്രം പശ്ചാത്തലമാക്കി അതിനു മുകളിൽ ഇറ്റ്സ് എ ബോയ് ബേബി റേബൽ എന്നാണ് അഭിഷേക് കുറിച്ചത്. 12/11/2024 മകന്റെ ജന്മദിനമെന്നും അഭിഷേക് ചിത്രത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. അച്ഛന്റെയും ഗുരുഹിരിയുടെയും അനുഗ്രഹത്തിൽ തങ്ങൾക്കൊരു കുഞ്ഞു പിറന്നുവെന്നും അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരായി ഇരിക്കുന്നുവെന്നുമാണ് അഭിഷേക് അറിയിച്ചത്. അതേസമയം തന്റെ പേരക്കുട്ടിയെ ആദ്യമായി കണ്ട നിമിഷം വിങ്ങിപ്പൊട്ടുകയായിരുന്നു സുമലത. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകിയ സുമലത ഇതു കാണാൻ, ഈ കുഞ്ഞിന്റെ പുഞ്ചിരി കാണുവാൻ അച്ഛനില്ലാതെ പോയല്ലോ എന്ന സങ്കടമാണ് പങ്കുവച്ചത്. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു അവിവാഹിതപ്പ എന്ന പെൺകുട്ടിയുമായി അഭിഷേകിന്റെ വിവാഹം കഴിഞ്ഞത്. മാതാപിതാക്കളുടെ വഴിയെ അഭിഷേകും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. അമർ എന്ന ചിത്രത്തിലൂടെയാണ് അഭിഷേക് സിനിമയിലെത്തിയത്. വധു അവിവ അറിയപ്പെടുന്ന മോഡലും ഫാഷൻ ഡിസൈനറുമാണ്. രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വമ്പൻ ആഘോഷമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയത്. അംബരീഷിന്റെ അടുത്ത സുഹൃത്തായ രജനീകാന്തും കന്നഡ സൂപ്പർ താരം യാഷ്, മഹോൻ ബാബു, സുഹാസിനി മണിരത്നം, മുൻ ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെ, മേനക, സ്വപ്ന, അരുണ, സുഹാസിനി, രാധിക, ലിസി, നദിയ മൊയ്തു, മീന തുടങ്ങിയവരെല്ലാം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. പ്രണയിച്ച് വിവാഹിതരായവരാണ് സുമലതയും അംബരീഷും. ഈ വിവാഹത്തിന് ആയുസ്സില്ല എന്നായിരുന്നു അന്നത്തെ വിമർശനങ്ങൾ. അംബരീഷുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറാനായിരുന്നു മിക്കവരും ഉപദേശിച്ചത്. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇരുവരും. വിമർശനങ്ങളെപ്പോലും കാറ്റിൽ പറത്തുന്ന തരത്തിലായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം. സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു തങ്ങളുടെ ജീവിതമെന്ന് സുമലത പറഞ്ഞിരുന്നു. ആദ്യം അംബരീഷിനോട് സംസാരിക്കാതെ മാറി നടക്കുകയായിരുന്നു സുമലത. സെറ്റുകളിൽ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം. സുമലതയാവട്ടെ പതിയെയാണ് സംസാരിച്ചിരുന്നത്. ബ്രേക്ക് ടൈമിൽ പുസ്തകം വായനയായിരുന്നു സുമലതയുടെ ഹോബി. കൂടുതൽ സിനിമകൾ ഒന്നിച്ചു ചെയ്യാൻ അവസരം ലഭിച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലായത്. 11 വയസ്സിന്റെ പ്രായവ്യത്യാസമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചില്ല. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അംബരീഷ്. അദ്ദേഹത്തിന്റെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനരികെ പൊട്ടിക്കരഞ്ഞ സുമലതയുടെ ദൃശ്യങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് വേദനയാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സുമലത രാഷ്ട്രീയത്തിൽ സജീവമായത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.